മദ്യനയ അഴിമതി കേസിൽ കുറ്റവിമുക്തനാക്കിയ അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫോണിൽ വിളിച്ചാണ് മുഖ്യമന്ത്രി പിന്തുണ അറിയിച്ചത്. കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കുറ്റവിമുക്തരാക്കിയ കോടതി വിധി കേന്ദ്ര സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിനേറ്റ തിരിച്ചടിയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ BJPയെ സഹായിച്ച കോൺഗ്രസിന് ആഘാതമാണ് വിധി. കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി BJP ഇതര സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് കോടതി ചോദ്യം ചെയ്തതെന്നും മുഖ്യമന്ത്രി. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, ഇത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന BJP ഇതര സർക്കാരുകൾക്കുള്ള വലിയ വിജയമായി കൂടി കണക്കാക്കേണ്ടി വരും. കേന്ദ്ര സർക്കാരുമായി പലരും നിയമപോരാട്ടത്തിലാണ്. ആ നിയമപോരാട്ടത്തിൽ വിജയം കണ്ടിരിക്കുകയാണ് ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും. എന്താണ് പിണറായി വിജയൻ ആം ആദ്മി പാർട്ടി നേതാവ് കൂടിയായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറിയിച്ചത്? ഡോക്ടർ അരുൺ, അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം കെജ്രിവാളിനെ നേരിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും സർക്കാരുകളെയും അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം, ആ നീക്കത്തിനേറ്റ BJPക്കേറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതി വിധി എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദുഷ്ടലാക്കോടുകൂടി ഈ ഘട്ടത്തിൽ കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അറസ്റ്റ് ചെയ്യുന്നതിനും നടപടി വാങ്ങിക്കൊടുക്കുന്നതിനും വേണ്ടി BJPക്കൊപ്പം നിന്ന കോൺഗ്രസിന് കൂടി ഇതൊരു തിരിച്ചടിയാണ്. ഇതിന്റെ കൂട്ടുകക്ഷിയായിരിക്കുകയാണ്. അതായത് ഇരുവർക്കുമെതിരെ ഉണ്ടായ നടപടിയിൽ കൂട്ടുകക്ഷിയായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസും ഒരുപോലെ തന്നെ BJPയെ പോലെ തന്നെ കോൺഗ്രസും കുറ്റക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരും ഈ ഘട്ടത്തിൽ വിമർശിക്കപ്പെടേണ്ടതാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.